ആദർശ് ഓഫീസിലേക്ക് ചെന്നതിന് ശേഷം അവൻ ഓരോ വർക്കിലൊക്കെ ഇൻവോൾവ് ആയി നിൽക്കാണ്. അപ്പോഴേക്കുമായിരിക്കും പണ്ട് ആ ഒരു ഡിസൈൻ കൊടുത്ത ആള് ആദർശിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഹായ് സാർ, ഒന്നും പറയാനില്ല, അത്രമാത്രം ആ ഒരു ഡിസൈനിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 20% അല്ല, അതിന് മുകളിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത്രയ്ക്ക് നല്ല ഡിസൈൻസ് ആണ് ആ മേഡത്തിന്റെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ ആദർശ് പറയുന്നുണ്ട്, അതെന്റെ വൈഫാണെന്ന് പറയുമ്പം അത് സാറിന്റെ ഭാഗ്യമാണ്. എന്തായാലും നിങ്ങളുടെ ജ്വല്ലറിക്ക്, മൂർത്തിസ് ജ്വല്ലറിക്ക് അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും മാഡത്തിന് പ്രത്യേകമായിട്ട് കൺഗ്രാറ്റ്സ് കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ അന്ന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അവർക്ക് കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പം അത് തീർച്ചയായിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസൈൻസ് ഒക്കെ ആവശ്യമുണ്ടെന്ന് പറയാണ്. മറ്റൊരു മോഡലില്, മറ്റൊരു ഡിസൈൻസില്, മറ്റൊരു ഇതില് കോൺസെപ്റ്റില് ഞങ്ങൾക്ക് ഒരു ഡിസൈൻ വേണമെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഞാൻ ഡിസൈനറെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓർക്കാണ്, ശരിയാ, അന്ന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും അത് കമ്പനിയുടെ പേരിലല്ലേ. ഇന്നേ വരെ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല. കമ്പനിക്ക് 25% ആണ് അവൾ കാരണം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പതാ ഇയാളെ വിളിച്ചു പറഞ്ഞതുപോലെ വീണ്ടും കമ്പനിക്ക് ഓർഡേഴ്സ് വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നയനയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല. അവളുടെ ഡിസൈൻ അത്രയ്ക്ക് മനോഹരമാണ്. അവളുടെ അമ്മ വീടിന്റെ വാതിൽ കോലിട്ടപ്പോ തന്നെ അത് മനസ്സിലായത് അവളുടെ അമ്മയിലും അച്ഛനിൽ നിന്നും കിട്ടിയ കഴിവുകളാണ് ഇതെല്ലാം. എന്തായാലും നവ്യക്ക് നന്ദുവിനും ഇതൊന്നും കിട്ടിയിട്ടില്ല, നയനയ്ക്കാണ് അത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആനി. എന്തായിട്ടാ ആലോചിച്ചോണ്ടിരിക്കും ചോദിക്കും. അല്ല, മറ്റേ കമ്പനിയുടെ ആള് വിളിച്ചിരുന്നു, അയാൾ പറയായിരുന്നു നയനയ്ക്ക് നല്ല കഴിവാണ്, ഇനിയും കുറച്ച് ഡിസൈൻസും കോൺസെപ്റ്റൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ആ ഡിസൈൻസ് എന്തായാലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെന്നാ പറയുന്നത്, 25%. അപ്പൊ ആനി പറയണം, അതെന്തായാലും ഒരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലോ. ആദർശ് പറയാണ്, പിന്നെ നിന്റെ കുട്ടികളെയൊക്കെ മാറ്റിക്കോ, കല്യാണം ആവാറായി, അതുകൊണ്ട് ഏതെങ്കിലും ഓഫീസിൽ ഒരു ചുമതല ഏറ്റെടുത്ത് നടത്താൻ നോക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ആനി പറയണ, ഏട്ടാ ഞാൻ കുറച്ചാളോട് ഒന്ന് ഫ്രീ ആയിട്ട് നടന്നോട്ടെ, എന്റെ കവിതകളുമായിട്ട് ഞാൻ ഒന്ന് അടിച്ചു വിളിച്ച് ജീവിച്ചോട്ടെ, അല്ല പിന്നെ ഏട്ടനെപ്പോൾ 24 മണിക്കൂറും ഈ ഓഫീസിൽ കയറി കുത്തിയിരിക്കേണ്ടി വരുമെന്ന് പറയാണ്. ആദർശ് പറയാണ്, എടാ ഇത് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാ, ഞാനോ നിന്റെ അച്ഛനോ ആരെങ്കിലും ഒരാൾ മാറിയാലുണ്ടല്ലോ അത്രയ്ക്ക് കമ്പനിക്ക് ലോസ് ആവും എന്ന് പറയുമ്പോഴേക്കും അനി പറയാണ്, അത് തന്നെ ഞാൻ പറയുന്നത്, ടെൻഷൻ അടിച്ച് മരിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോഴെങ്ങും ഏറ്റെടുക്കുന്നില്ല ഒരു ചുമതല എന്ന് പറയാണ്. അല്ല, നിന്റെ അനാമിക വിളിച്ചോന്ന് ചോദിച്ചപ്പം അനി പറയണ, വിളിച്ചു, അതെന്താടാ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. ഒന്നുമില്ലേട്ടാ. അല്ല, നിനക്ക് അനാമിക ഇഷ്ടമില്ലേ? അങ്ങനെയൊന്നും ഇല്ലേട്ടാ, അത് ഇത്ര പെട്ടെന്ന് അവൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയത്. ആ കുട്ടിയാ സീരിയസ് ആയത്. അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതെല്ലാം ആ കുട്ടി തന്നെയാ. എന്റെ അഭിപ്രായം ഇഷ്ടം ഒന്നും ചോദിച്ചില്ല. വീട്ടിലേക്ക് വന്നവരും അവർ തന്നെയാ. എന്റെ അഭിപ്രായം പോലും ചോദിക്കത്തില്ലേ, എല്ലാരും കല്യാണം ഉറപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണ, ഇത് കൊള്ളാലോ, ഇത് പുതിയ കളിയാണല്ലോ, അപ്പൊ നീ ഇതിനകത്തൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അനി പറയണ, അങ്ങനെയല്ല ഏട്ടാ, എനിക്ക് പക്ഷെ ആ കുട്ടിയെ അങ്ങനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവളോട് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പം കാണുമല്ലോ. അത് മാത്രല്ല, നമ്മൾ കാണുമ്പോൾ തന്നെ ആ കുട്ടി എനിക്കാണെന്നൊരു തോന്നലുണ്ടാവണ്ടേ, പക്ഷെ അതൊന്നും എന്റെ മനസ്സിന് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കാണ്, പിന്നെ നിന്റെ മനസ്സിൽ ആരാന്ന് ചോദിക്കുമ്പം അനി ഒന്ന് പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അത് അങ്ങനെയൊന്നും ഇല്ലേട്ടാ, എനിക്ക് അവളോട് അങ്ങനെ താല്പര്യം തോന്നുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, വിവാഹമൊക്കെ ഉറപ്പിച്ചു, അതിനു മുമ്പ് നിനക്ക് പറഞ്ഞിടായിരുന്നു, ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇനി പറയണ, ഏട്ടൻ അതൊക്കെ വിട്, അത് പറഞ്ഞ് എന്നെ മൂഡ് ഓഫ് ആക്കണ്ട. നിനക്ക് ഇങ്ങനെ മൂഡ് ഓഫ് ആണെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തൂടെ. അപ്പോഴേക്കും അനി പറയാണ്, അനാമിക ഒരു പ്രത്യേക ക്യാരക്ടറാ. വന്നിട്ട് ഞാൻ പറഞ്ഞു വിവാഹം ഇപ്പൊ നടന്നില്ലെങ്കിൽ എന്താന്ന് ചോദിച്ചപ്പോഴേക്കും ആ കുട്ടി ഒരുമാതിരിയൊക്കെ സംസാരിച്ചു, അതുകൊണ്ട് ഒന്നും എത്ര അവസ്ഥ ഞാനെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയണം, എനിക്ക് പറ്റിയ അബദ്ധം എന്തായാലും നിനക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പറയുമ്പം ഏട്ടൻ എന്താ പറയുന്നേ, ഏട്ടത്തി ഒരു അബദ്ധമാണെന്നോ, ഏട്ടന് കിട്ടിയ ഭാഗ്യമാണ് ഏട്ടത്തി. ഏട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നവ്യേച്ചി അഭിയെ സ്നേഹിക്കാതിരിക്കുകയും ഏട്ടനെ വിവാഹം കഴിച്ചു വരികയെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോഴേക്കും ആദർശി പറയണ, അതിലും ഭേദം നയന തന്നെയാണെന്ന് പറയുന്നു. അതാ ഏട്ടാ ഞാൻ പറഞ്ഞത്, അതിലും ഭേദമല്ല, നയനേച്ചി തന്നെയാണ് നല്ലത്. നയനേച്ചിയുടെ സ്വഭാവവും നയനേച്ചിയുടെ ആ ഒരു ശുഷ്കാന്തിയും എല്ലാ കാര്യത്തിലുള്ള കഴിവും ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാം ഉള്ളത് നയനേച്ചിക്ക് തന്നെയാ, എനിക്ക് 100% ഉറപ്പാ. അല്ലാതെ നവ്യേച്ചിക്കൊക്കെ എന്താ കഴിവുള്ളത്? അല്ലെ, കഴിവ് പോട്ടെ, നല്ലൊരു മനസ്സുണ്ടോ നവ്യേച്ചിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. അവർ അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളും ആരോടും ഒരു സ്നേഹം പോലും ഇല്ല. പക്ഷെ നയനേച്ചി അങ്ങനാണോ? നയനേച്ചിയുടെ അനിയത്തിയും അതുപോലെ തന്നെ നന്ദു നയനേച്ചിയൊക്കെ ഒരേ ക്യാരക്ടറാ. പക്ഷെങ്കിൽ നവ്യ അങ്ങനെയൊന്നും അല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ
എന്നിട്ട് അനി പറയാണ്, ഏട്ടനല്ലേ ഇപ്പോഴും നനച്ച് സ്നേഹിക്കാതെ വല്യമ്മയുടെ വാശിക്കൊത്ത് നിൽക്കുന്നെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എടാ അവളോട് എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കില് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നെ പറ്റിച്ച് എന്റെ വീട്ടുകാരെ പറ്റിച്ച് കയറി വന്ന ആ രണ്ടുപേരും എന്റെ മനസ്സിൽ എപ്പോഴും എനിക്കൊരു വെറുപ്പ് മാത്രമാണെന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഏട്ടാ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. നയനേച്ചിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. നവ്യയും അവരുടെ അമ്മയും കൂടെ അല്ലേ, ജലജയും അമ്മയും കൂടെ അല്ലേ എല്ലാം ചെയ്തത്. അതിലൊക്കെ കെണിയില് നയനേച്ചി വീണ് പോയെന്നല്ലേ ഉള്ളൂ. പിന്നെ ചേട്ടൻ എന്തിനാ ചേച്ചിനെ ഓരോന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പം അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും എന്റെ മനസ്സിനകത്തൊരു ബുദ്ധിമുട്ട് പോലെ. ഏട്ടനൊന്നും ഓർക്കണ്ട, ഇപ്പൊ തന്നെ അടുത്തൊരു ഓർഡർ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. ചേട്ടൻ ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിച്ചോണ്ട് ചെല്ല്. അപ്പൊ തന്നെ കാണാം നയനേച്ചിയുടെ സന്തോഷം. അതൊരു മുട്ടായി ആണെങ്കിൽ പോലും ചേച്ചിക്ക് അത്ര സന്തോഷമായിരിക്കും. പക്ഷെങ്കിൽ നവ്യേച്ചി അങ്ങനെയൊന്നും അല്ല. അഭിയേട്ടൻ കിടന്ന് ഉരുളുന്നത് ഞാൻ കാണുന്ന മിക്കവാറും ദിവസം ഓൺലൈനിൽ തന്നെ ഒരു ദിവസം 10,000-20,000 രൂപയുടെ ഓർഡറാ വെച്ച് കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദർശ് പറയാണ്, അത് ഞാനും അറിയുന്നുണ്ട്, അവൻ പലപ്പോഴായിട്ട് ഇവിടുന്ന് കടം മേടിച്ചിട്ട് പോകുന്നുണ്ടെന്ന് പറയാണ്. എന്തായാലും നയനേച്ചിനെ കിട്ടിയത് ഏട്ടന്റെ ലക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനി പറയാണ്, ഞാൻ പോവാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഗ്രൗണ്ടിൽ പോണെന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായി. നന്ദുവിനോടൊക്കെ പോയിട്ട് അവിടുന്ന് ക്രിക്കറ്റ് കളിക്കാനല്ലേ ചോദിക്കുമ്പം അതെ ഏട്ടാ, കുറച്ചൊക്കെ മനസ്സിൽ എൻജോയ്മെന്റ് ചെയ്യണ്ടേ, അല്ലാതെ ഏട്ടനെ പോലെ എപ്പോഴും കമ്പ്യൂട്ടർ കുത്തിപ്പിടിച്ചിരുന്നാലേ എനിക്ക് വല്ല വട്ടം പിടിക്കും എന്ന് പറയുന്നുണ്ട്. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയനയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആദർശം ഇങ്ങനെ നോക്കിയിട്ട് ഓർക്കാണ്, അനി പറഞ്ഞത് സത്യം, അവക്ക് എന്തുകൊണ്ട് കൊടുത്താലും അവക്ക് ഒരുപാട് സന്തോഷമാവും. ഞാനൊന്ന് സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം കാത്തിരിക്കുന്നത്. പക്ഷെ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളുള്ള സ്നേഹം എനിക്ക് മറച്ചു വെച്ചേ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇപ്പതാ ഓർഡർ വന്നിരിക്കുന്നതും അവക്ക് വേണ്ടിയിട്ട് അവക്ക് എന്ത് മേടിക്കാന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവൻ പോകുന്നത് ഒരു തുണിക്കടയിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവന് റെഡ് കളർ സാരി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സാരി അവൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ പണ്ടും അവനൊരു റെഡ് സാരി എടുത്തിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ അതുപോലെയല്ല, നല്ല പട്ട് സാരി, നല്ല വില കൂടിയൊരു സാരി എടുക്കുന്നത്. അങ്ങനെ അതും കൊണ്ട് നേരെ ആനന്ദപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആനന്ദപുരിയിലേക്ക് വരുമ്പോ തന്നെ അവന്റെ കയ്യിലെ കവറുണ്ട്. ദേവേനെ ചോദിക്കുകയാണ്, എന്താണ് കവറിൽ ചോദിക്കുമ്പോ അമ്മ അതൊരു സാരി എന്ന് പറയുമ്പോ എന്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയല്ലേ, നീ ഇപ്പോഴേ സാരി ആയിട്ട് വന്നോ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അമ്മയത് നയനയ്ക്കാണെന്ന് പറയുമ്പോഴേക്കും ദേവേനെ അങ്ങ് വല്ലാണ്ടായി ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ, കണ്ടില്ലേ ഏട്ടത്തിക്കല്ല പോലും ഇത്രയും കാലം ഇവൻ ഏട്ടത്തിക്കല്ലേ കൊണ്ടു തന്നിട്ടുന്നത്, ഇപ്പൊ അവന്റെ ഭാര്യയ്ക്കായിരിക്കും കൊണ്ടുവന്നത്. അപ്പോഴേക്കും ദേവയാനി ആ കവർ അവന്റെ തന്നെ തിരിച്ചു കൊടുക്കാണ്. അമ്മ ഒന്ന് നോക്കമ്മേ എന്ന് പറയുമ്പം നിന്റെ ഭാര്യയ്ക്ക് മേടിച്ച് ഞാൻ കാണേണ്ട കാര്യമില്ലല്ലോ, ഞാൻ കരുതി എന്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ എന്റെ മകൻ ഗിഫ്റ്റ് കൊണ്ട് വന്നതാണെന്ന്. അപ്പോഴേക്കും മുത്തശ്ശി എന്നിട്ട് പറയാണ്, അവന്റെ ഭാര്യയ്ക്ക് കൊണ്ടുവന്നില്ല, നിനക്ക് എന്തിനാ ദേവയാനത്തിന് ദേഷ്യം, അവൻ പറഞ്ഞില്ലല്ലോ നിനക്കുള്ളതാന്ന്, നീ അല്ലേ ചാടിക്കേറി പറഞ്ഞത്, പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇല്ല അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാം എന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെട്ടവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന ആദർശ് വന്നിട്ട്, ആദർശേട്ടാ ഇന്നാ ചായ എന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ്, ഇതായത് നിനക്കുള്ള സാരിയാണെന്ന് പറയുമ്പോൾ എനിക്കാണോ ആദർശേട്ടാ ചോദിക്കുമ്പോഴേക്കും ഹാളിലേക്ക് എല്ലാരും വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശ, നമ്മുടെ കമ്പനിയിൽ അന്ന് നയനയുടെ ഡിസൈൻ ഓർഡർ അന്ന് അതൊരു പ്രൊജക്ട് കൺഫേം ആയില്ലേ, ഇപ്പതാ അവർ അടുത്തൊരു കോൺസെപ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നയനെ ഡിസൈൻ ചെയ്യണമെന്നാണ് അവര് പറയുന്നത്, അതിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നയനയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അന്ന് അവര് അവര് തന്ന ഗിഫ്റ്റ് കൊടുത്തോന്ന് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇനിയും അവർക്ക് വേണ്ടി നയന വർക്ക് ചെയ്യണമെന്ന് അവരുടെ വലിയൊരു ആഗ്രഹമാണെന്നും നയന വലിയൊരു ഡിസൈനറായിട്ട് വരുമെന്നും മൂർത്തി ജ്വല്ലറിയുടെ അഭിമാനാണെന്നൊക്കെ അവർ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും നയനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോഴേക്കും അനിയും അതുപോലെ തന്നെ ജാനകിയൊക്കെ വന്നിട്ട് അവർക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. എന്നുള്ളത് അബിക്കും നവ്യക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയാണ്, കണ്ടില്ലേ അവള് മുന്നേറി പൊക്കോണ്ടിരിക്കുക, മിക്കവാറും അബിയുടെ മുകളിലായിരിക്കും അവളുടെ സ്ഥാനം, അനുഭവിച്ചോ നിങ്ങൾ നവ്യ പറയാണ്. അപ്പോഴേക്കും അബി പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ, നിന്റെ അനിയത്തിയില്ല, നീ തന്നെ എന്തിനു ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനെന്ന് നവ്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ദേവനോട് പറയുന്നുണ്ട്, ഏട്ടത്തി കണ്ടില്ലേ ഇപ്പൊ തന്നെ അവൻ ഡിസൈനർ ഹെഡാക്കാനുള്ള പ്ലാനാ, മിക്കവാറും ഒരു വർഷം കഴിയുമ്പോൾ ഇവളുടെ വീട്ടുകാരുടെ കയ്യിലിരിക്കും മൂർത്തീസ് ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞാൽ ഇണക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയണം, മോളെ ഇത് പോയി ഉടുത്തിട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് ജാനകി ഇത് കൊടുക്കുമ്പോഴേക്കും നയന പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അത് സാരിയെ കൊടുത്ത് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയും വളയാക്കിയിട്ട് മുല്ലപ്പൂ ഒക്കെ ചൊല്ലിട്ട് നയന ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങനെ ആദർശാണെങ്കിൽ പോലും കണ്ണും പിടിച്ച് ഇങ്ങനെ നയനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിക്കും ഒരു ദേവതയെ പോലെ തന്നെയുണ്ടല്ലേ, ശരിക്കും ഒരു ദേവി ഇറങ്ങി വരുന്നത് പോലെ ഉണ്ട് അവളെ കാണാന്, ആ ചുമന്ന സാരിയെ കൊടുത്ത് വരുമ്പോൾ എന്ത് ഭംഗിയല്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ആദർശാണെങ്കിലും അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ജലജ തട്ടിയിട്ട് എന്താ ഏട്ടത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആ ഏട്ടത്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടത്തിയുടെ മോനെ നോക്കി വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോഴേക്കും ദേവയാനി അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് മനസ്സിലായപ്പം ആദർശ പതിയെ മാറി നിൽക്കാണ്. എന്നിട്ട് നയന എന്നിട്ട് ചോദിക്കാണ്, ആദർശേട്ടാ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പം പിന്നെ അടിപൊളിയാണ് എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ്, മുത്തശ്ശി പറയായിരുന്നു ദേവി ഇറങ്ങി വരുന്നത് പോലെ ഉണ്ട് എന്ന്. ആ മുടിയും ആ സൗന്ദര്യവും ആ ആഭരണങ്ങളും ആ ഡ്രസ്സൊക്കെ ഇട്ടപ്പം ശരിക്കും ഒരു ദേവത തന്നെയായി എന്ന്, ദേവി തന്നെയായെന്ന് മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും നവ്യ അവിടെ നിന്നിട്ട് പറയണം, എല്ലാവർക്കും ഇപ്പൊ അവളെ മതി, കണ്ടില്ലേ എനിക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലും കൊണ്ടു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അണിഞ്ഞൊരു കഴിയുമ്പോൾ എല്ലാവരും ഇതുപോലെ പറയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ആബി പറയാണ്, അതെ നിന്നെപ്പോലെ വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് തിന്നോണ്ടിരിക്കുന്നോണ്ടല്ല അവൾക്ക് അതൊക്കെ ചെയ്യുന്നത്, അവളെ അതുപോലെ കഷ്ടപ്പെട്ട ഡിസൈൻ വരച്ച് കൊടുത്തിട്ടാ, അതും കൂടെ ഓർമ്മ വേണം എന്ന് ആദർശ് അഭി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് നല്ല രസമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.